നമസ്കാരം. ഒരു മരം വളരുന്നത് പോലെ നമ്മുടെ മുൻപിലുള്ള സാധ്യതകളെ ചെറുതോ വലുതോ എന്ന് നോക്കി മടിച്ചു നിൽക്കാതെ പകരം അതിനെ നല്ലവണ്ണം ഉപയോഗിച്ച് ഉന്നതികളിൽ എത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എക്സാമിൻ്റെ അവസാനത്തെ വാതിലും എൻ്റെ മുന്നിൽ അടഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ക്വാളിറ്റി അഷുറൻസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ന്യൂഡൽഹിയിലുള്ള ഓഫീസിൻ്റെ 119 നമ്പർ ആ റൂമിൻ്റെ പടിയിറങ്ങുമ്പോൾ സിവിൽ സർവീസ് എഴുതുക എന്നുള്ളത് മാത്രമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. അതും എനിക്ക് മരീചിക ആയി മാറിയപ്പോൾ നല്ലൊരു ഗോൾ ലൈഫിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യകത ഞാൻ മനസ്സിലാക്കി. സഹായിക്കാൻ ആരുമില്ലാത്ത ആ നിമിഷങ്ങളിൽ എൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്തു. അതാണ് ഞാൻ ഇന്ന് ഷോർട്ടായി ഷെയർ ചെയ്യുന്നത്. ഹൗ ടു സെറ്റ് എ ഗോൾ ഇൻ ലൈഫ്. വെറും സിമ്പിൾ 7 സ്റ്റെപ്പായിട്ട് ഞാനത് പറയാം. ഫസ്റ്റ്, ഡിസൈഡ്. തീരുമാനിക്കണം എന്താവണം. സംതിങ് യു വാണ്ട് ടു ഡു. സെക്കൻഡ്, റൈറ്റ് ഇറ്റ് ഡൗൺ. വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട് അത് എഴുതി വെക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. എൻ്റെ ഒരു വീക്ക്നെസ്സാണത്. റൈറ്റ് ഇറ്റ് ഡൗൺ. തേർഡ് പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Tell it someone special to us. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് വി വിൽ സ്റ്റിക്ക് അറ്റ് ദം. വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ഒരു പോയിൻ്റാണ്. നാലാമത്തെ പോയിൻ്റ്, break your goal down. It's very important. Again, it's very important for big goals in life, especially professional life. അഞ്ചാമത്തെ, പ്ലാൻ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോഴേ നമുക്കൊരു മൂവ്മെൻറ്റ്സ് കിട്ടുമോ. ആറാമത്തെ, വൺ സ്റ്റാർട്ടഡ് കീപ് ഗോയിങ്. എങ്ങും നിൽക്കരുത്. കർവോസിനെ പോലെ അല്ലെങ്കിൽ നല്ലൊരു റാബിറ്റിനെ പോലെ ഓടിക്കൊണ്ടേയിരിക്കണം. ദെൻ 7, അൾട്ടിമേറ്റ്ലി ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഫോർ ഫീൽ ഹാപ്പിനെസ്. സോ സെലിബ്രേറ്റ്. അത് നമ്മളുടെ ഗ്രൂപ്പായാലും ശരി, നമ്മളുടെ ടീമായാലും ശരി, നമ്മളായാലും ശരി, സെലിബ്രേറ്റും ചെയ്യണം.
അങ്ങനെ ഈ 7 പോയിൻ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. യു വിൽ ഗെറ്റ് റിസൾട്ട്. താങ്ക് യു.